ഈ സ്പിരിച്വൽ കാര്യങ്ങൾ പറയുമ്പോഴും സംസാരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴൊക്കെ തന്നെ അങ്ങ് പല പല ക്ലാസ്സിലും ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു റീസെൻ്റായിട്ട് അങ്ങൊരു എക്സാമ്പിൾ പറയുണ്ടായി. ഈ നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടാൻ പാടില്ലാത്ത 9 പേർ. അത് 7 പേരെ 7 പേര് 7 പേര്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെ സൈക്കോളജിയിൽ ആലോചിക്കുമ്പോൾ ഒന്ന് പറയാൻ അതെ പക്ഷേ അത് പക്ഷേ രാമായണത്തിൽ സീതാന്വേഷണത്തിന് വേണ്ടി പോകുന്ന സമയത്ത് 7 തരം ആൾക്കാരെ ഒരു കാര്യം ഏൽപ്പിക്കരുത് എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് വളരെ കൃത്യമായൊരു സാധനമാണിത്. അതിൽ പ്രശ്നവാദി ഗുരുർ മൗനി കിമേഘ സ്തംഭമൂലകോ പ്രേക്ഷകോ ബാണ സത്യതേ സജീവാധമ. ഈ 7 ആൾക്കാർ അധമന്മാരാണ്, ഇവരൊരു പണി ഏൽപ്പിച്ചാൽ നടക്കില്ല എന്നാണ്. എത്ര കൃത്യമായിട്ടാണ് അന്നത്തെ കാലത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഈ 7 തരം ആൾക്കാർ. ഇനി വേറൊരു കാര്യം പറയട്ടെ, ഈ 7 സ്വഭാവവും നമ്മളെ ഉള്ളിലുണ്ട്. ചില പേഴ്സൻറ്റേജ് ആ സ്വഭാവത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവൂ. ഈ 7 ആൾക്കാരെ ഉപേക്ഷിക്കണം, ഈ 7 സ്വഭാവങ്ങളെ ഒരാൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്.